തെർമോഡൈനാമിക്സിലെ മസ്റ്റ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യല്ലേ. എടാ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം സാറേ നമുക്ക് ഒരു ലോ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. zeroth law of thermodynamics. ഒന്ന് വായിച്ച് നോക്കിയേ. Two systems in thermal equilibrium with a third system, then they are in thermal equilibrium with each other. Identify the law given by the above statement. Thermal equilibrium ഏത് ലോ വെച്ചിട്ടാ? zeroth law വെച്ചിട്ടാ. എന്താ zeroth law പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കയ്യിൽ ഒരു ബോഡി എ ഉണ്ട്. ആ ബോഡി എ ബിയുമായിട്ടും അതേപോലെ ബോഡി സിയുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? അതിനർത്ഥം എയുടെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബിയുടെ ടെമ്പറേച്ചറും എത്രയായേ പറ്റൂ? 30 ഡിഗ്രി സെൽഷ്യസ് ആയേ പറ്റൂ. എന്നാൽ അതേ എ ഇപ്പൊ സി എന്നുള്ള ബോഡിയുമായിട്ടും എന്താ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഒരേ ടെമ്പറേച്ചർ ആവണം. എന്നാൽ ബിയും സിയും ടെമ്പറേച്ചർ നോക്കിയേ 30. അതാണ് zeroth law പറഞ്ഞത്. അതിനർത്ഥം ഈ എ ബിയുമായിട്ടും സിയുമായും സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയും സിയും എന്തായേ പറ്റൂ? ഒരേ ടെമ്പറേച്ചറിലായേ പറ്റൂ, അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലായേ പറ്റൂ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒരു ഹീറ്റ് ഡെൽറ്റ ക്യൂ കൊടുക്കുകയാണെങ്കിൽ ആ ഡെൽറ്റ ക്യൂ ഹീറ്റ് ഏറ്റവും ആദ്യം ആ ബോഡിയുടെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കി മെച്ചം വരുന്നത് മാത്രമേ ആ ഒരു ബോഡി എന്തായി ചെയ്യുള്ളൂ? വർക്കായി ചെയ്യുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്? ഡെൽറ്റ ക്യൂ ആണ്. എന്നാൽ ഏറ്റവും ആദ്യം അത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും ബാക്കി ബാലൻസ് ഉള്ള സാധനം മാത്രമേ അത് വർക്കായി ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് ചെയ്താൽ പറ്റും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അല്ലടാ, ഈ ക്യൂയും യുവും ഡബ്ല്യു ഒക്കെ എനർജി അല്ലേ? അപ്പം ഇത് തന്നെ ചിലപ്പോൾ ഒരു മാർക്കിന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഡാഷ്. മാസ് ആണോ എനർജി ആണോ? സർ ഇതൊക്കെ എനർജിയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് വെരി ഗുഡ്. നമുക്ക് എന്താടാ? എനർജി എന്ന് പറയാൻ പറ്റും. എടാ റെഡി അല്ലേ? നേരെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇത് നമ്മുടെ 4 പ്രോസസ്സുകളല്ലേ, അതുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ഈസ് കോൺസ്റ്റന്റ് ഇൻ ദ ഫോളോയിങ് പ്രോസസ്? ഐസോബാറിക് പ്രോസസ്സിലും ഐസോകോറിക് പ്രോസസ്സിലും ആരാ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണോ പ്രഷർ ആണോ? നമുക്ക് എല്ലാവർക്കും അറിയടാ, ഐസോബാറിക് പ്രോസസ് എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. എന്നാൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? ഐസോകോറിക് പ്രോസസ്. അപ്പൊ നമുക്ക് 2 പ്രോസസ്സ് കിട്ടി. എന്നാൽ 2 പ്രോസസ് കൂടി ബാക്കിയില്ലേ? യെസ്, അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഇന്നാണ് പഠിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐസോതെർമൽ പ്രോസസ് ആൻഡ് ദ കറസ്പോണ്ടിങ് അഡിയബാറ്റിക് പ്രോസസ്? ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഐസോതെർമൽ പ്രോസസ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സിലെ ഡെൽറ്റ ടിയുടെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ ടിയുടെ വാല്യൂ വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്നാൽ നമ്മൾ രാവിലെ നല്ല ചൂട് ചായ ഈവനിങ് വരെ ചൂടോടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനത്തിലേക്ക് നേരെ ഒഴിക്കല്ലോ. അതന്നെ ഫ്ലാസ്ക്. അത്ര ചൂടൊന്നും ഉണ്ടാവില്ല, വേറെ കാര്യം എന്നാൽ ചുമ്മാ തള്ളിയതാട്ടോ. എടാ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചായ ആ ഫ്ലാസ്കിലേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചായയുടെ ചൂട് പോകുന്നുണ്ടോ? ഇല്ല. ചായയുടെ ഹീറ്റ് മാറുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം ഹീറ്റ് നഷ്ടപ്പെടുന്നില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അങ്ങനെ ഒരു ബോഡിയിൽ നിന്നും ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു ഹീറ്റ് പുറത്തേക്കും പോകുന്നില്ല, ഉള്ളിലേക്കും വരാത്ത നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ 0 എന്ന് പറയാം. ശ്രദ്ധിക്കണം മക്കളെ, ഹീറ്റ് അല്ല 0, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയി നിൽക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലാസ്ക് കണ്ടൻസർ വിച്ച് ഈസ് നോൺ ആസ് എന്താ? ദ അഡിയബാറ്റിക് പ്രോസസ്. അപ്പം 4 പ്രോസസ്സ് കഴിഞ്ഞില്ലേ? എന്നാൽ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ 2 പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചല്ലേ? നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഐസോതെർമൽ പ്രോസസ് ആൻഡ് ദ അഡിയബാറ്റിക് പ്രോസസ്. എടാ രണ്ടിനും ആക്ച്വലി കാണുമ്പോൾ സിമിലർ ആയ ഇക്വേഷൻ ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, ആ ഇക്വേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. സത്യമാണ് ഇത് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചതല്ല, കെമിസ്ട്രി പഠിച്ചതാ. ബോയൽസ് ലോ പഠിച്ച ഓർമ്മയുണ്ടോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. അങ്ങനെയെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ പറയുന്ന പേരെന്താ? ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസ് കിട്ടി. എന്നാൽ ഇതിന്റെ പകരമായി നാളെ അഡിയബാറ്റിക് ആണ് ചോദിക്കുന്നതെങ്കിൽ എടാ ഇതേ സാധനം ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് പ്രഷർ ഇൻറ്റു വോളിയം. അവിടെ നിൽക്ക് വോളിയത്തിൻ്റെ തലയിൽ ചെറിയൊരാളെങ്കിൽ ഇടാം, വിച്ച് ഈസ് നോൺ ആസ് ഗാമ. ഓർമ്മയുണ്ടോ? CP/CV, റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ടു ദ വോളിയം. PV റേസ് ടു ഗാമ. ഗാമയെ പറ്റി പറഞ്ഞാണേ PV റേസ് ടു ഗാമ എന്നുണ്ടാവും. PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ്. ഇനി ഇതിൽ തന്നെ വേറൊരു മാർക്കിന് ചോദ്യം വേണ്ടി ചോദിക്കാം. ഈ PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റിലെ ഗാമന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ ഈ അഡിയബാറ്റിക് പ്രോസസ് ഏത് പ്രോസസ്സാണ്? വെരി ഗുഡ്. എന്തായിട്ട് മാറി? PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഏത് പ്രോസസ്സാണ്? ഐസോതെർമൽ പ്രോസസ്. എങ്ങനെയുണ്ട്? സെറ്റോസ്കിയലിലെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ സർ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഡിറൈവേഷൻ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ ഡിറൈവേഷൻ. ഒന്ന് ചോദ്യം വായിച്ചു നോക്കി. The 1 mole of an ideal gas expands from volume V1 to volume V2 to at a constant temperature. തലേ ബൾബ് കത്തിയോ? ഏതാടാ? ഐസോതെർമൽ പ്രോസസ്. ഡിറൈവ്ഡ് എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ ഇൻ ദ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഈ ഒരു ഇതേപോലെ സിലിണ്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിനുള്ളിൽ ഒരു 1 മോൾ ഞാൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിന് ഏറ്റവും ആദ്യം അതിൽ ഇനീഷ്യലായി നിൽക്കുന്ന വോളിയം ഒരു V1 ആണെന്ന് വെച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്യാസ് ഈ പിസ്റ്റണിനുള്ളിൽ നിന്ന് അങ്ങ് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പിസ്റ്റൺ എന്താ സാറേ മുകളിലേക്ക് പോകും, ഉറപ്പല്ലേ? ആ ഒരു ഗ്യാസ് മുകളിലേക്ക് ഇങ്ങനെ അമരേന്ദ്ര ബാഹുബലി മുകളിലേക്ക് ഇങ്ങനെ പൊക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ വോളിയം V1 ആണെങ്കിൽ സർ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമുള്ള വോളിയം ഫൈനൽ വോളിയം എത്രയായിരിക്കും? V2. അമ്പടെ കേമ സണ്ണിക്കുട്ട, V1 നിന്ന് V2ലേക്ക് ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തത് ആരാ? വർക്ക് ചെയ്തത് ആരാ? ഗ്യാസ്. ആരെ മുകളിൽ? പിസ്റ്റന്റെ മുകളിൽ. അത് എത്രയാ എന്നാണ് നമ്മളോട് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചത്. ചെയ്ത് നോക്കിയല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ബേസിക് കൺസെപ്റ്റ് നമ്മുടെ ഇനീഷ്യലായി നിൽക്കുന്ന വോളിയം V1 ആണ്, ഫൈനലായി നിൽക്കുന്ന വോളിയം എത്രയാണ്? വെരി ഗുഡ്, വിച്ച് ഈസ് ഈക്വൽ ടു V2 ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഇക്വേഷൻ നോക്കാം. അല്ല, വർക്ക് ഡൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് P ഇൻറ്റു ഡെൽറ്റ V. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ വർക്ക് DW കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? P ഇൻറ്റു ഡെൽറ്റ വിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? DV എന്ന് കൊടുത്താൽ മതി. ഈ DW എനിക്ക് W ആക്കണം. എന്ത് ചെയ്താൽ മതി? ചൂണ്ടിട്ട് ഓർമ്മയുണ്ടോ? എന്താ? ഇന്റഗ്രേഷൻ. അതന്നെയാണ്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് W ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ ഓഫ് എവിടുന്ന് എവിടേക്കാ സർ എൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നത് V1 നിന്ന് V2ലേക്ക്. അപ്പൊ താഴെ V1 ടു V2, പിന്നെ അതേപോലെ എന്ത് ചെയ്താൻ പറ്റും? P ഇൻറ്റു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? DV. എന്നാൽ നമുക്ക് പ്രഷറിനെ നമ്മൾ വേറെ രീതി മാറ്റാൻ പോവാം. കാരണം ഇൻറ്റഗ്രേഷനുള്ളിലെ കോൺസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ലേ? അപ്പോൾ നമുക്ക് പ്രഷറിനെ നമുക്ക് കോൺസ്റ്റൻസ് ആക്കി മാറ്റിയെടുത്താലോ? എടാ, പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചല്ലേ? PV ഈസ് ഈക്വൽ ടു nRT. ഇപ്പോൾ ഇവിടെ 1 മോൾ തന്നത് നമുക്ക് 1 ആക്കണ്ട, ജനറലൈസ്ഡ് ആക്കാം. കാരണം നമുക്ക് എപ്പോഴും 1 ആവണമെന്നില്ല. PV ഈസ് ഈക്വൽ ടു nRT ആണെങ്കിൽ എൻ്റെ സാർമാരൊന്നും പറഞ്ഞ് എങ്ങനെ പ്രഷർ കണ്ടെത്താം? VA താഴോട്ട് പോടാ. അപ്പോൾ പ്രഷറിനെ സിംഗിൾ പ്രസംഖ്യ ആക്കി കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? nRT/V. അപ്പോൾ ഈ Pനെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? സോ W ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇന്റഗ്രൽ V1 ടു V2. എടാ, Pന്റെ സ്ഥാനത്ത് N ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡ് ബൈ എത്രയാ? V ഇൻറ്റു പിന്നെ നമ്മുടെ DV. അല്ല, N നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റാ, പുറത്തേക്ക് പോയി. 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, പേരിൽ തന്നെ കോൺസ്റ്റന്റാ, പുറത്തേക്ക് പോയി. T ടെമ്പറേച്ചറാ, അങ്ങനെ കോൺസ്റ്റന്റ് ആവുക. അടി തരുന്ന സ്നേഹത്തോടെ പറയും, ഇത് എന്ത് പ്രോസസ്സാടാ? ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? N-ഉം R-ഉം T-യും സെറേ ഇടത്തോട്ടേക്ക് മാറുന്നത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എടാ N-ഉം R-ഉം T-യും പുറത്തേക്ക് എത്തിയേ. സോ N ഇൻറ്റു R ഇൻറ്റു T ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് V1 ടു V2. ബാക്കി നമുക്ക് എന്താണുള്ളത്? 1/V ഇൻറ്റു DV. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിളി പോകുന്നത്. സത്യം പറയട്ടെ, ഇത് മാത്സിൽ ചെറിയൊരു കാര്യം. നമ്മുടെ മാത്സിൽ നിങ്ങൾ ആക്ച്വലി പഠിക്കുന്ന ഒരു കാര്യം, അടുത്ത കൊല്ലം പഠിക്കുന്ന ഒരു കാര്യമാണ് ഇന്റഗ്രൽ ഓഫ് 1/x dx. അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ln ഓഫ് x എന്ന് വെച്ചാൽ. എന്നാൽ ഇതേപോലെ ഇവിടെ നോക്കിയേ, എക്സ് ഒന്നുമില്ലല്ലോ. എടാ, 1/x dx 1/v dv. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1/v dv ഒന്ന് തള്ളിക്കേ സാറേ. കമോൺ എവരിബഡി, എത്ര കിട്ടും? ln ഓഫ് v എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. എന്നാൽ ഇതേപോലെ ഒരാളെയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ln-നെ നമുക്ക് ഇതേപോലെ ലോഗ് ബേസ് ടു 10 ആക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റു 2.303 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത് മാത്സിൽ ചെറിയ സംഭവമാണ്. മാത്സ് ആരെ നോക്കിയാൽ മതി, അറിയാലോ. ഇത് ജസ്റ്റ് അവിടെ നമ്മൾ കണ്ടെടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ 1/v dvക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ? ln-v. അപ്പോൾ W ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? N-ഉം R-ഉം T-യും പുറത്താണ് സർ. ഇന്റഗ്രൽ ഓഫ് 1/v dvനെ എനിക്ക് ln-v എന്ന് എഴുതാൻ പറ്റും.
അപ്പോൾ ചിലർക്ക് ഡൗട്ടോ ഈ V1 ഉം V2 എവിടെ കുത്തിക്കയറ്റും? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇതേപോലെ ഇടണം V1 ഉം V2. എന്നിട്ട് ആദ്യത്തെ അപ്പർ ലിമിറ്റ് ഈ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിപ്പോൾ എക്സ് ആണെങ്കിൽ ആദ്യം x2 ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഡിപ്പെൻസ് ഓൺ നമുക്ക് V1 ഉം V2 മാത്രമേ ഉള്ളൂ. അപ്പോൾ LN വിയിൽ ആദ്യം V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് അത് ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്, മൈനസ് താഴത്തെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എത്രയാ? V1 ചെയ്ത് നോക്കില്ലേ? പിന്നെ അല്ല സർ. അപ്പോൾ W ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയടാ? N ഇൻറ്റു R ഇൻറ്റു T ഓഫ് LN ഓഫ് എത്രയാ? ഒന്ന് പറഞ്ഞേ. LN ഓഫ് V2 മൈനസ് എനിക്ക് എത്ര എഴുതാൻ പറ്റും? LN ഓഫ് V1. പരിചയമുണ്ടോ? LN A മൈനസ് LN B എത്രയാ? LN ഓഫ് A ബൈ B. എടാ അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് എന്ത് ചെയ്താൻ പറ്റും? LN ഓഫ് V2 മൈനസ് LN ഓഫ് V1. LN ഓഫ് V2 ബൈ V1. സോ W ഈസ് ഈക്വൽ ടു N ഇൻറ്റു R ഇൻറ്റു T ഇൻറ്റു LN ഓഫ് എന്ത് കിട്ടി? V2 ഡിവൈഡ് ബൈ എനിക്ക് എത്ര കിട്ടി? V1. സത്യം പറയട്ടെ, ഇക്വേഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച ഇക്വേഷൻ തന്നെയല്ലോ എടാ. LN അല്ലേ നിങ്ങളെ സ്കൂളിൽ പഠിച്ച 2.303 അല്ലേ? ലോഗിലെ കൺവേർട്ട് ചെയ്യാൻ എന്താക്കണം? 2.303 മൾട്ടിപ്ലൈ ചെയ്യണം. സോ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ W ഈസ് ഈക്വൽ ടു LN ലോഗ് ആക്കാൻ വേണ്ടി ഞാൻ 2.303 കൊടുക്കുന്നു. ബാക്കി അതേപോലെ തള്ളിക്കോ NRT. അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു R ഇൻറ്റു T. ഇനി LN എഴുതി വെക്കല്ല മച്ചാനെ, എന്ത് എഴുതണം? ലോഗ് ഓഫ് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? V2 ഡിവൈഡ് ബൈ എത്രയാ? V1. ഇതാണ് സർ ഐസോതെർമൽ പ്രോസസ്സിന്റെ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. ശ്രദ്ധിക്കണം, ഇതിന് ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സർ നേരെ എന്നും ആറും ടീം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ V1 ഉം V2 കൺഫ്യൂഷൻ ആവും. എടാ V2 ഏത് വോളിയമാണ്? അവസാനത്തെ വോളിയം, ഫൈനൽ വോളിയം ആയിരുന്നു. V1 ഏത് വോളിയമാണ്? നമ്മുടെ ആദ്യത്തെ വോളിയമാണ്, ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഒരു ഐസോതെർമൽ പ്രോസസ് അത് എക്സ്പാൻഷൻ ആയാലും കംപ്രഷൻ ആയാലും ഒരേ ഇക്വേഷൻ ആണോ? ഒരേ ഇക്വേഷനാണ്. അതെങ്ങനെ ശരിയാവും? എടാ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയാൽ മതി. നമ്മുടെ ഈ വർക്ക് ഡന്റെ വാല്യൂ ഇത് നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എന്നാൽ ഇതേ സാധനം നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ വർക്ക് ഡൺ എന്താണ്? ഒരു കംപ്രഷൻ. എടാ ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കംപ്രഷൻ ചോദ്യമാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കായി വന്നോളൂ. നിങ്ങൾ ചാടിക്കറിയിടാൻ നിൽക്കണ്ട. കാരണം V2 ബൈ V1 കംപ്രഷൻ ആയി കഴിഞ്ഞാൽ V2 ലെസ് ദാൻ V1 ആയിരിക്കും. ലോഗ് ചെയ്ത് നോക്ക്, വാല്യൂ എന്തേ കിട്ടുള്ളൂ? നെഗറ്റീവേ കിട്ടുള്ളൂ. സോ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പക്ഷേ കംപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നിട്ടില്ലെങ്കിൽ ജാഗോ പണിപ്പാളി ഒന്നുകൂടി ചെയ്താൽ മതി. റെഡി അല്ലേ? ഇൻഡിക്കേറ്റർ പറഞ്ഞാട്ടോ. അപ്പോൾ സർ സെറ്റ് ആയിട്ടുണ്ട്. നേരെ നമുക്ക് അടുത്തൊരു പ്രോസസ് കൂടി നോക്കാം. ഡിഫൈൻ ദ ഐസോകോറിക് പ്രോസസ്. സർ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദിസ് പ്രോസസ്? ഐസോകോറിക് പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഒരു മാറ്റവും നെഹീനാണെങ്കിൽ അതിനെ പറയുന്ന പേരായിരുന്നു ഐസോകോറിക് പ്രോസസ്. എന്നാൽ ഐസോകോറിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ ചെയ്ത് നോക്കാം. എടാ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ സർ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, P ഇൻറ്റു ഡെൽറ്റ വി. അല്ല വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞ പീതാംബരം മാഷെ ഡെൽറ്റ വി ഉണ്ടാവോ? ഡെൽറ്റ വി 0. അത് ഉറപ്പല്ലേ? കാരണം വോളിയം മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ എത്രയാ? 0. അങ്ങനെ വർക്ക് ഡന്റെ വാല്യൂ എത്രയാ? ആനമുട്ട കോഴിമുട്ട എത്രയാ? വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഐസോകോറിക് പ്രോസസ്സിന്റെ വർക്ക് ഡന്റെ വാല്യൂ 0. എങ്ങനെ? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് സാറേ കണ്ടെത്തിയിരിക്കുന്നത്. നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ? സെറ്റ് അല്ലേ? എന്നാ പഠിച്ചു ഒരു ക്വസ്റ്റ്യൻ. ഏരിയ അണ്ടർ PV ഡയഗ്രാം ഈസ് ഡാഷ്. അത് ഞാൻ Y ആക്സിൽ പ്രഷറും X ആക്സിൽ വോളിയം വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എനിക്കൊരു ഗ്രാഫ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ്, ഈ ഷെഡിന്റെ താഴെയുള്ള ഈ ഏരിയ എത്രയാണെന്ന് ചോദിച്ചത്. അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സാർ, ഇത് റെക്റ്റാങ്കിൾ അല്ലേ? അതായത് ഒരു തക്കാളിപ്പട്ടി പോലെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഏരിയ ഈസ് ഈക്വൽ ടു സർ, ചെറുപ്പം മുതലേ ഞങ്ങൾക്കറിയാം, അത്ര ചെറുപ്പം എന്നില്ലെങ്കിലും ലെങ്ത് ഇൻറ്റു എത്രയാ? ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? ഇതല്ലേടാ ലെങ്ത് എന്ന് വെച്ചാൽ വിച്ച് ഈസ് വോളിയം. ഇതല്ലേ ബ്രെഡ്ത്ത് വിച്ച് ഈസ് പ്രഷർ. Y ആക്സിലെ ക്വാണ്ടിറ്റി. സോ ഏരിയ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? പ്രഷർ ഇൻറ്റു വോളിയം. പരിചയമുണ്ടോ? P ഇൻറ്റു ഡെൽറ്റ വി, P ഇൻറ്റു വോളിയം. തൊട്ട് മുന്നേ പഠിച്ച സാധനം വിച്ച് ഈസ് നോൺ ആസ് വർക്ക് ഡൺ. സോ ഏരിയ അണ്ടർ PV ഡയഗ്രാം നമുക്ക് എന്ത് കിട്ടുമടാ? വെരി ഗുഡ്, ദ വർക്ക് ഡൺ കിട്ടും. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാർക്കിന്റെ ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഷോ ദാറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ഏരിയ അണ്ടർ പ്രഷർ വോളിയം ഡയഗ്രാം ഗീവ്സ് എന്താണ് വർക്ക് ഡൺ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന 4 പ്രോസസ്സുകളില്ലേ, ആ 4 പ്രോസസ്സിന്റെ വർക്ക് ഡൺ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാലോ? ആ രീതിയിലുള്ള ചോദ്യമാണ് ആക്ച്വലി ഇങ്ങനെ ചോദിച്ചത്. ഒന്ന് നോക്കി. The PV diagram of a gas is shown below. In this figure, AB represents isobaric process. അതെ, അങ്ങനെയാണെങ്കിൽ AD represents isothermal process. In the graph, find the process in which the work done is maximum. Give the reason. സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് എല്ലാ 4 പ്രോസസ്സുകളും ചെയ്ത് നോക്കിയാലോ? ഒരു പടിക്ക് 4 പക്ഷേ ആയിക്കോട്ടെ.
ഇതാണ് 4 പ്രൊസന്റിൻ്റെയും പി വി ഡയഗ്രാം. സർ ഏറ്റവും ആദ്യം ഐസോബാരിക് പ്രൊസന്റ് ആ പി വി ഡയഗ്രാം എങ്ങനെ അങ്ങനെ വന്നു? എടാ ഏത് സമയത്തും പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ വൈ ആക്സിലെ പ്രഷർ എപ്പോഴും കോൺസ്റ്റന്റാ നീട്ടി വടക്കി പിള്ളേച്ച എന്ത് കിട്ടി? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എന്നാൽ ഐസോകോറിക് പ്രൊസസ് എന്താ? എപ്പോഴും വോളിയം കോൺസ്റ്റന്റാ, എക്സ് ആക്സിലെ വോളിയം കോൺസ്റ്റന്റാ. അങ്ങനെയാണെങ്കിൽ സർ നീട്ടി വരച്ച് പിള്ളേച്ച എന്ത് കിട്ടി? ഇതേപോലെ സുരേഷ് ഗോപി കിട്ടി. അതിനർത്ഥം സ്ട്രേറ്റ് ലൈൻ എന്താ? പാരലൽ ടു എക്സ് ആക്സ് അല്ല, മറിച്ച് പെർപെൻഡിക്കുലർ ടു എന്താ? എക്സ് ആക്സ്. എന്നാൽ പി വി ഡയഗ്രത്തിൽ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അതൊന്നെങ്കിൽ ഐസോബാറിക് പ്രൊസസ് ആയിരിക്കും അല്ലെങ്കിൽ ഐസോകോറിക് പ്രൊസസ് ആയിരിക്കും. എന്നാൽ ആ പി വി ഡയഗ്രാം ഒരു ചെരിവാണെങ്കിൽ അത് ഐസോതെർമലോ അതോ അഡിയാബാറ്റിക് ആയിരിക്കും. അപ്പോൾ ഏതാ എക്സാക്ട് ഐസോതെർമൽ? ഇന്ന് നോക്കിക്കോ. നിങ്ങളിപ്പോൾ ഇവിടെ 2 ഗ്രാഫ് കണ്ടോ, ഇത് ഐസോതെർമലും ഇത് അഡിയാബാറ്റിക്കും. അതെങ്ങനെ പറയാന്ന് വെച്ചാൽ, ചെരിവാണെങ്കിൽ ഐസോതെർമലോ അഡിയാബാറ്റിക്കോ ആണ്. എന്നാൽ ഏതിനാണോ ചെരിവ് കുറവ്, ഇറക്കം കുറവ്, അത് ഐസോതെർമൽ പ്രോസസ്സും. ഏതിനാണോ ചെരിവ് കൂടുതൽ അതായിരിക്കും അഡിയാബാറ്റിക് പ്രോസസ്സ്. നോക്കിയടാ, ഐസോതെർമൽ പ്രോസസ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ലോപ്പ് ലെസ് അല്ലേ. അങ്ങനെ അഡിയാബാറ്റിക് പ്രോസസ്സ് എനിക്ക് എന്ത് പറയാൻ പറ്റും സാറേ? ഓ ഇറക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? സ്ലോപ്പ് എന്താണ്? മോറാണ്. ഞാനിത് പറയാനുള്ള കാരണം കുറച്ച് പേര് മതി. ഈ ഒരു കാര്യവും ഞാനിനി പറയാൻ പോകുന്ന കാര്യവും നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പി വി ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ ഷുവർ ക്വസ്റ്റ്യൻസ് കാ ബാപ്പ്, അത് വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഓട്ടോമാറ്റിക് പഠിക്കും. ബിലീവ് മീ. ഇപ്പം നിങ്ങൾ പി വി ഡയഗ്രാം ഓഫ് എ കാർനോട്ട് സൈക്കിൾ പകുതി പഠിച്ചിട്ടുണ്ട്, ബാക്കി പകുതി കൂടി പഠിച്ച് അവിടെ എത്തുമ്പോൾ അത് കറക്റ്റ് നിങ്ങൾ കണക്ഷൻ എടുത്ത് തരാം. അപ്പോൾ എടാ നമ്മൾ സ്ലോപ്പ് കുറവാണെങ്കിൽ ഐസോതെർമൽ, ചെരിവ് കൂടുതലാണെങ്കിൽ അഡിയാബാറ്റിക്. എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഇപ്പം ഈ ഒരു പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ പോയിന്റ് ഞാനിപ്പോൾ താഴേക്കാണ് വരുന്നത്, അതിൽ ഇറക്കം ഇറങ്ങാന്ന് വെച്ചോളൂ. അങ്ങനെ ഇറക്കം ഇറങ്ങാന്ന് വെച്ചോ. എടാ ഇറക്കം ഇറങ്ങാന്ന് വെച്ചാൽ അതിനർത്ഥം എക്സാക്സ് ആയിട്ടുള്ള വോളിയം ഇങ്ങനെ വലത്തോട്ടേക്ക് പോവുക, ഇൻക്രീസ് ചെയ്യാന്നതിനർത്ഥം താഴേക്ക് വരുമ്പോൾ ഇറക്കം ഇറങ്ങുമ്പോൾ വോളിയം കൂടുന്നു. എടാ അതിനർത്ഥം വോളിയം കൂടിയാൽ എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? എക്സ്പാൻഷൻ ആണ്. എന്നാൽ ഇതിന് പകരമായി ഞാൻ കയറ്റം കയറാണെങ്കിലും ഫസ്റ്റ് ഗിയറായിട്ട് കയറ്റം കയറാണെങ്കിലോ ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം എൻ്റെ വോളിയം ഇടത്തോട്ടേക്ക് കുറയാണ്. വോളിയം കുറയാണെങ്കിൽ കംപ്രഷൻ ആണ്. സോ ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ സർ എനിക്ക് എന്ത് പറയാൻ പറ്റും? അത് എക്സ്പാൻഷൻ ആണ്. എന്നാൽ സർ കയറ്റം കയറുകയാണെങ്കിൽ അതെന്താണ്? കംപ്രഷൻ ആണ്. അതേ ഇറക്കവും കയറ്റവും ചെരിവ് കുറവാണെങ്കിൽ ഐസോതെർമലും, ചെരിവ് കൂടുതലാണെങ്കിൽ അഡിയാബാറ്റിക്കും. നിങ്ങൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചു. എങ്ങനെ? ആ ചോദ്യം അവിടെ വെച്ച് അതുവരെ അവിടെ വെയിറ്റ് ചെയ്യണേ. ആ ചോദ്യം വരും, ഞാൻ കണക്ഷൻ പറഞ്ഞുതരാം. എന്നാൽ നേരെ പിടിച്ചോ. അടുത്തൊരു ചോദ്യം, ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഡാഷ് ഇൻ ടു ഡാഷ്. എന്താണ് ആക്ച്വലി ഹീറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം? സർ എൻ്റെ കയ്യിൽ ഒരു ഹൈ ടെമ്പറേച്ചറായി നിൽക്കുന്ന ഒരു ബോഡി ഉണ്ട്. അതിനെ പൊതുവെ നമ്മൾ സോഴ്സ് എന്നാണ് പറയുക. എന്നാൽ സോഴ്സിൽ നിന്നും ഒരു ഹീറ്റ് സ്വീകരിച്ച് വർക്ക് ചെയ്ത് ബാക്കി മെച്ചം വരുന്ന ഹീറ്റ് ഒരു ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള സിങ്ക് എന്നുള്ള ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ നോക്കിയേ, ഹീറ്റ് എഞ്ചിൻ ആരെയാ വലിച്ചെടുക്കുന്നത്? ഹീറ്റാ വലിച്ചെടുക്കുന്നത്. എന്താ ചെയ്യുന്നത് സാറേ? വർക്കാ ചെയ്യുന്നത്. സോ ഹീറ്റിനെ അത് എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? അത് വർക്കായിട്ട് നമുക്ക് എന്താക്കുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മക്കളെ പിടിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഇത് കഴിഞ്ഞ എക്സാമിൽ നിങ്ങളോട് ചോദിച്ചാണ്. ഒന്ന് വായിച്ചു നോക്കി. ദ പി വി ഡയഗ്രാം ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഗിവൺ ബിലോ. വിച്ച് ആർ ദ 4 തെർമോഡൈനാമിക് പ്രോസസ് റെപ്രസെന്റഡ് ഇൻ ദ എബവ് ഡയഗ്രാം? ഒന്ന് ചെയ്ത് നോക്കല്ലേ. സോ എടാ ഈ 4 പി വി ഡയഗ്രത്തിലെ ഈ 4 കേവുകൾ ഏതൊക്കെയാണ് ചോദിച്ചത്? നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? എടാ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സർ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ചെരിവ് കുറവല്ലേ? ബി സി അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെരിവ് കുറവാണെങ്കിൽ മച്ചാനെ പറ എന്താണ്? ഐസോതെർമലാണ്. എന്നാൽ സർ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഇറക്കമിറങ്ങല്ലേ? ഇറക്കമിറങ്ങുമ്പോൾ വലത്തോട്ടേക്കാണ് പോകുന്നത്, വോളിയം കൂടുന്നു. വെരി ഗുഡ്. എന്താണ് വോളിയം കൂടുകയാണെങ്കിൽ? എക്സ്പാൻഷൻ. എന്നാൽ ബീന് സിയിലേക്ക് നോക്കിയാലോ? ബീന് സിയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഇറക്കം, ഇതിനേക്കാളും ഇറക്കം കൂടുതലാണ്, സ്ലോപ്പ് മോറാണ്. സ്ലോപ്പ് മോറായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞത്? അഡിയാബാറ്റിക് ആണ്. എന്തൊക്കെ പറയുകയാണെങ്കിലും ചെറിയ ഇറക്കാണെങ്കിലും വലിയ ഇറക്കാണെങ്കിലും സർ ഇറക്കം ഇറങ്ങല്ലേ? ഇറക്കം ഇറങ്ങുമ്പോൾ വോളിയം കൂടുന്നു. എന്താണ്? അഡിയാബാറ്റിക്. നമുക്ക് എന്ത് പറയാൻ പറ്റും? വോളിയം കൂടുന്നു, എക്സ്പാൻഷൻ ആണ്. ഇനി സീനഡിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, പക്ഷേ ചെരിവ് കുറവാ, സ്ലോപ്പ് ലെസ് ആണ്. സ്ലോപ്പ് ലെസ് ആയതുകൊണ്ട് എനിക്കിത് എന്ത് പ്രോസസ്സാന്ന് പറയാൻ പറ്റും? ഐസോതെർമൽ ആണ്. പക്ഷേ സീന് ഡിയിലേക്ക് പോകുമ്പോൾ കയറ്റം കയറുകയാണെങ്കിൽ അതിനർത്ഥം വോളിയം കുറയാണ്, ഇടത്തോട്ടേക്കല്ലേ വരുന്നത്. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ്, അതെന്താണ്? കംപ്രഷൻ ആണ്. എന്നാൽ ഡിന്ന് എയിലേക്ക് ലാസ്റ്റ് പ്രോസസ്സ് എൻ്റെ മക്കൾ ഒന്ന് മനസ്സിൽ കമൻറ്റ് ചെയ്തേ, അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പം പോസ് ചെയ്തിട്ട് ഒന്ന് കഴിയാണ് കമൻറ്റ് ചെയ്തേ. വീഡിയോ ഇപ്പം പോസ് ചെയ്തോ, പറഞ്ഞോ, ചെയ്തോ. വെരി ഗുഡ്. എടാ ഡീൻ എയിലേക്ക് എന്താ? ഡീൻ എയിലേക്ക് സർ വൻ കയറ്റമാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? അഡിയാബാറ്റിക് ആണ്. പക്ഷേ ഡീൻ എയിലേക്ക് കയറ്റം കയറുന്നത് കൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? കംപ്രഷൻ ആണ്. സോ നോക്കിയടാ, ഇതാ പ്രോസസ്.
ഈ പ്രോസസ് തന്നെയാണ് 4 ഓപ്പറേഷൻസ് ആയി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാർനോട്ട് സൈക്കിൾ ഫുൾ സെറ്റോസ്കി ആയിട്ടുണ്ട്. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലായടാ. ചെരിവ് കുറയുന്നു, ഐസോതെർമൽ, ഇറക്കമിറങ്ങുന്നു, എക്സ്പാൻഷൻ. ചെരിവ് കൂടുന്നു, അഡിബാറ്റിക്, ഇറക്കമിറങ്ങുന്നു, എക്സ്പാൻഷൻ. സി ഡി, ചെരിവ് കുറവാണ്, ഐസോതെർമൽ, കയറ്റം കയറുന്നു, കംപ്രഷൻ. ഡി നിലയിലേക്ക് ചെരിവ് കൂടുന്നു, അഡിബാറ്റിക്, പക്ഷെ കയറ്റം കയറുന്നു, കംപ്രഷൻ. സെറ്റ് അല്ലേ? എന്നാൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഓപ്പറേഷൻസ് പാർട്സ് ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ആൻഡ് ഡ്രോ ദ കാർനോട്ട് സൈക്കിൾ. സാറേ ഇത് ഞാൻ ചെയ്യൂല, എന്താ ജാടയാണോ മോനൂസെ? അല്ല, നമ്മൾ ഓൾറെഡി ചെയ്തു. കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ് ദേടാ വരച്ചിട്ടുണ്ട്. എന്ന് നമുക്ക് ഇതിന്റെ ഓപ്പറേഷനും അതേപോലെ കൺസെപ്റ്റ് നോക്കിയാലോ? എടാ, കാർനോട്ട് എഞ്ചിൻ ആക്ച്വലി പറയുകയാണെങ്കിൽ തൊട്ട് മുന്നത്തെ ഹീറ്റ് എഞ്ചിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ അതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ. അതിനെയാണ് നമ്മൾ പൊതുവെ കാർനോട്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ. ആ കാർനോട്ട് എഞ്ചിൻ പ്രവർത്തിക്കുന്ന സൈക്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. ആ കാർനോട്ട് സൈക്കിൾ നടക്കുന്ന 4 സ്റ്റെപ്സുകൾ, 4 പ്രോസസ്സുകൾ, 4 ആ ഐസോതെർമലാണോ അഡൈബാറ്റിക് ആണോ, ആ 4 കാര്യങ്ങളാണ് തൊട്ട് മുന്നിൽ ചെയ്തിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ പാർട്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ ഒരു ഹീറ്റ് എഞ്ചിനാന്ന് വെച്ചാൽ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു സിങ്ക് ഉണ്ട്. സെയിം അങ്ങനെയാണെങ്കിൽ സോഴ്സും സിങ്കും ഉണ്ട്. അവിടെ ആ കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എപ്പോഴും നമുക്ക് ഒരു ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. അങ്ങനെ ഐഡിയൽ ഗ്യാസ് ആയിട്ട് പ്രവർത്തിക്കുന്ന, വർക്കിംഗ് സബ്സ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിനെ പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് കാർനോട്ട് എഞ്ചിൻ. ഐഡിയൽ ഗ്യാസ് ഉണ്ടോ? ഇല്ല. അങ്ങനെ കാർനോട്ട് എഞ്ചിൻ ഉണ്ടോ? ഇല്ല. ഇതൊരു ഐഡിയൽ എഞ്ചിനാണ്. ഒരു ഐഡിയൽ, ഇമ്പോസിബിൾ എന്നൊക്കെ കൂടുതലായിട്ട് പറയാൻ പറ്റുക, ഒരു അറിയില്ല, ഐഡിയൽ ആയിട്ട് ഒരു ഇമാജിനറി നിൽക്കുന്ന എഞ്ചിനാണ്. അപ്പോൾ സർ ശ്രദ്ധിച്ച് നമുക്ക് എന്തുണ്ട് പാർട്സുകൾ നോക്കാം. ഏറ്റവും ആദ്യം കാർനോട്ട് എഞ്ചിന്റെ ഓപ്പറേഷനിൽ സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്. തൊട്ട് മുന്നത്തെ ഫിഗർ ഓർമ്മ, സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്, അതേപോലെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ആ സോഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ T1 എന്ന് പറയുന്നു, അതേപോലെ സിങ്കിന്റെ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നു. എടാ, സോഴ്സ് അല്ലേ വലിയ ടെമ്പറേച്ചർ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? T1 ആണ് T2വിനേക്കാളും എന്ത് വലുത്. എന്നാൽ ഇനി ഈ 4 പാർട്സുകൾ പറയാം. നമ്മളെ കയ്യിൽ 4 പാർട്സുകളാണ് പ്രധാനമായിട്ടുള്ളത്: സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടർ, പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഈ 4 പാർട്സിൽ ഈ 3 എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടർ ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സ് കിട്ടുക. നേരെ പഠിച്ചു നോക്കിയാൽ മതി. സത്യം പറയട്ടെ, ഇതിനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നേരത്തെ ഗ്രാഫ് വരച്ചില്ലേ? ആദ്യം ഇവിടുന്ന് ഇവിടേക്ക്, അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പിലെ പ്രോസസ്സ്. പിന്നെ ഇവിടുന്ന് ഇവിടേക്ക് സെക്കൻഡ് സ്റ്റെപ്പിലെ പ്രോസസ്സ്. പിന്നെ ഇവിടുന്ന് ഇവിടേക്ക് തേർഡ് സ്റ്റെപ്പിലെ പ്രോസസ്സ്. ഇവിടുന്ന് ഇവിടേക്ക് ഫോർത്ത് സ്റ്റെപ്പിലെ പ്രോസസ്സ്. ഇത് നോക്കിയേ, ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടർ സോഴ്സിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അപ്പം എനിക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ഒരു ഗ്യാസ് ഐസോതെർമലി ആയിട്ട് എക്സ്പാൻഡ് ആവും. അങ്ങനെ ഐസോതെർമലി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എടാ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ. എടാ, ഇതല്ലേ നമ്മുടെ തൊട്ടു മുന്നത്തെ PV ഡയഗ്രത്തിലെ ഏറ്റവും ആദ്യത്തെ സാധനം. ചെരിവ് കുറഞ്ഞ് ഇറക്കമിറങ്ങുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പിനായിട്ട് ഞാൻ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സിലിണ്ടർ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ നടുവിലല്ലേ നിൽക്കുന്നത്? ഈ നടുവിൽ നിൽക്കുന്ന ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുന്ന പ്രോസസ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. അപ്പം ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഐസോതെർമലാണോ അഡൈബാറ്റിക് ആണോ? ചിന്തിച്ച് അഡൈബാറ്റിക്. അങ്ങനെ എൻ്റെ ആ സിലിണ്ടർ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ഗ്യാസ് എക്സ്പാൻഡ് ആവുന്നുണ്ട്, പക്ഷേ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. എടാ, എക്സ്പാൻഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അത് നേരെ വോളിയം കൂടുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ എന്താ? അഡൈബാറ്റിക്. അപ്പോൾ നോക്കിയേ, തൊട്ടു മുന്നത്തെ ഗ്രാഫ് ഇത് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് കഴിഞ്ഞു. ലോജിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയേ. ഇനി അതല്ലേക്ക് 1, 2, അവിടെ തന്നെ മൂന്നാമത്തെ സിലിണ്ടർ നേരെ ആ സിങ്കിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ എടാ, സിങ്കിന് ഹീറ്റ് ഉണ്ടാവൂലേ? പക്ഷേ ആ ഐസോതെർമൽ അഡൈബാറ്റിക്. ഇനി എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? കംപ്രഷൻ. അങ്ങനെ നമ്മുടെ സിലിണ്ടർ സിങ്കിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിലുള്ള ഗ്യാസ് പതുക്കെ സ്ലോ ആയിട്ട് കംപ്രസ് ചെയ്യും. പക്ഷെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഐസോതെർമൽ ആക്ച്വലി കംപ്രഷനാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഐഡിയൽ എഞ്ചിൻ. കാരണം ഈ ഒരു പ്രോസസ്സുകൾ പ്രാക്ടിക്കലി പോസിബിൾ അല്ല കേട്ടോ. പിന്നെ അത് ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് പറയാന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എടാ, ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ ഞാൻ വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞു. ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന ഏതാ? കംപ്രഷനാണ്. ബാക്കിലേക്ക് ആക്കണം, ചെരിവ് കുറയണം, ബാക്കിലേക്കായി. അത് ഞാൻ വീണ്ടും വരയ്ക്കാനുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് വൺ എൻ്റെ മക്കളും തള്ളിക്ക് എന്താ? അഡൈബാറ്റിക് കംപ്രഷൻ. അപ്പം ഞാൻ എവിടേക്ക് വെക്കേണ്ടത്? എടാ, അഡൈബാറ്റിക് ആവണമെങ്കിൽ സോഴ്സിന്റെ മുകളിലാണോ സ്റ്റാൻഡിന്റെ മുകളിലാണോ? എടാ, സ്റ്റാൻഡിന്റെ മുകളിൽ വെച്ചല്ലേ പറ്റൂ, എന്നാലേ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതിരിക്കൂ. ഞാൻ നേരെ വെച്ച് നോക്കട്ടെ. സാറേ വെച്ചു. എവിടെയാ? സിലിണ്ടർ ഞാൻ നേരെ സ്റ്റാൻഡിന്റെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുമ്പോൾ അവിടെ ആ ഗ്യാസ് വീണ്ടും കംപ്രസ് ആവുന്നുണ്ട്, പക്ഷെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ലാതെ കംപ്രസ് ആവുന്നത്. അങ്ങനെയുള്ള കംപ്രഷനെ പറയുന്ന പേരാണ് അഡൈബാറ്റിക് കംപ്രഷൻ. സോ എൻ്റെ 1, 2, 3 കിട്ടിയടാ. നാലാമത്തെ സാധനം പരിപാടി കഴിഞ്ഞു. സെറ്റിലെ സംഭവം. ശ്രദ്ധിക്കണം, ഈ ഒരു സാധനം കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. 1, 2, 3 പിന്നെ കൊടുക്കുക. നാലാമത്തെ പ്രോസസ് അഡൈബാറ്റിക്. അഡൈബാറ്റിക് ആവണമെങ്കിൽ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കണം,
തിരിച്ചിവിടേക്ക് വന്നു. റെഡി അല്ലേ സർ? പാർട്സ് കഴിഞ്ഞു, ആ വർക്കിംഗ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നേരെ ഗ്രാഫ്. സർ ഗ്രാഫ് ഓൾറെഡി വരച്ചല്ലേ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ നമ്മൾ ഓൾറെഡി ഗ്രാഫ് വരച്ച ഐഡിയ കിട്ടി സർ. അതോടുകൂടി ഹീറ്റ് എഞ്ചിനും എല്ലാ കൺസെപ്റ്റും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഹൗ ടു കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ. എന്താണ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ ആ ഹീറ്റ് എഞ്ചിൻ സ്വീകരിക്കുന്ന ഒരു ഹീറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു Q1 ആണെന്ന് വെച്ചോളൂ. കാരണം നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ T1, സോഴ്സിന് 1 ആണ് പറയുന്നതെങ്കിൽ, എന്നാൽ ആ ഒരു സിങ്കിനെ നമ്മൾ 2 എന്നാണ് പറയുന്നതെങ്കിൽ, എടാ ആ സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റ്, റിജക്ട് ചെയ്യുന്ന ഹീറ്റ് Q2, ആ ഒരു ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന വർക്ക് W ആണെങ്കിൽ, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, എടാ ഹീറ്റ് എഞ്ചിനിലേക്ക് വരുന്ന ആ എനർജി ഏതൊക്കെയാ? Q1, Q2 പോവാ, W പോവാ. അപ്പോൾ എനിക്കിതിങ്ങനെ എഴുതിക്കൂടാ, വരുന്ന ഹീറ്റ് Q1 ഈസ് ഈക്വൽ ടു പോവുന്ന W പ്ലസ് എന്തായിരിക്കും Q2, കാരണം W Q2 എന്താണ്, പുറത്തേക്ക് പോവാണ്. എടാ അങ്ങനെ വർക്ക് ഡൺ ഇക്വേഷൻ എത്രയായിരിക്കും? Q2 ഇടത്തോട്ടേക്ക് പോടാ. ഓക്കെ, ഇപ്പോൾ Q1 മൈനസ് Q2 വർക്ക് ഡൺ കിട്ടി. അല്ല, എഫിഷ്യൻസിയുടെ പാരന്റ് ആയ ഇക്വേഷൻ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ ഹീറ്റ് എഞ്ചിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് ഏതാ? വർക്ക്. എത്രയാ? W അല്ലേ? ഹീറ്റ് എഞ്ചിന് കിട്ടുന്ന ഇൻപുട്ട് ആരാ കൊടുക്കുന്നത്? സോഴ്സ്. എന്നാ പിടിച്ചോ? Q1. അങ്ങനെയാണെങ്കിൽ W ബൈ Q1 എഴുതാം. എടാ W Q1 ടേംസ് നമ്മൾ എഴുതിയിട്ടില്ലേ? എത്രയാ? Q1 മൈനസ് Q2. സോ W സ്ഥാനത്ത് Q1 മൈനസ് Q2 ബൈ Q1. അല്ലെങ്കിൽ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു, ഞാൻ ഇൻഡിവിജ്വൽ ഡിവൈഡ് ചെയ്താൽ Q1 ബൈ Q1 1 ആണ്, മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. സത്യം പറയട്ടെ, ഈ ഇക്വേഷൻ മാത്രം മതി. എന്നാൽ Q2 വെച്ച് കാണുമ്പോൾ ഒരു ഉഷാറില്ലല്ലേ സാറേ? ഇല്ല. എന്നാലേ ഞാൻ Q2 T2 എഴുതി കൂടെ? ഏത് ഹീറ്റും ടെമ്പറേച്ചറും പ്രപ്പോർഷൻ ആണല്ലോ. അതേപോലെ Q1 T1 തള്ളിക്കോ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് വെരി ഗുഡ് T2 ഡിവൈഡ് ബൈ T1. സർ ശ്രദ്ധിക്കണം, T2 എന്താണ്? സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ്. T1 എന്താണ്? വെരി ഗുഡ്, വിച്ച് ഈസ് ദ സോഴ്സിന്റെ ടെമ്പറേച്ചർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം സാറേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നട പിടിച്ചോ. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഐസ് പോയിന്റ് ആൻഡ് ദ സ്റ്റീം പോയിന്റ്. അല്ല, എന്താ ഈ ഐസ് പോയിന്റ്? വെള്ള ഐസ് ആവുന്ന ടെമ്പറേച്ചർ എത്രയാ? 0 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് നമുക്ക് ഇഷ്ടമുണ്ടോ? കെൽവിനിലേക്ക് മാറ്റേണ്ട SI. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 273 കെൽവിൻ. എന്നാൽ അത് കൂടാതെ അടുത്ത ടെമ്പറേച്ചർ എത്ര? സ്റ്റീം പോയിന്റ്. എത്രയാ? വെള്ളം സ്റ്റീം ആവുന്ന ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. അതിനത്ര എത്രയാണ്? 373 കെൽവിൻ. ഫൈൻ ഇറ്റ്സ് എഫിഷ്യൻസി. സാറേ സോ സിമ്പിൾ, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 1 മൈനസ് എത്രയാണ്? T2 ഡിവൈഡ് ബൈ T1 വിച്ച് ഈസ് ഈക്വൽ ടു, സാറേ T1 ഏതാ T2 ഏതാ? അയ്യോ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ആവൂല, ടെക്നിക്ക് പറഞ്ഞുതരാം. തന്നിരിക്കുന്ന 2 ടെമ്പറേച്ചേഴ്സിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചറാണ് നിങ്ങൾ മുകളിൽ എടുക്കേണ്ടത്, ഏറ്റവും വലിയ ടെമ്പറേച്ചറാണ് താഴെ എടുക്കേണ്ടത്. അത് മതി. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. ചെറിയ ടെമ്പറേച്ചർ, സിങ്കിന്റെ ടെമ്പറേച്ചർ എപ്പോഴും എന്താണ്? ചെറുതല്ലേ? സോഴ്സിൻ്റെ വലുതല്ലേ? T2 ബൈ T1 എപ്പോഴും ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്ററിൽ വലുതും. എടാ തന്നിരിക്കുന്ന ചെറുത് 273 അല്ലേ? തള്ളിക്കോ. സോ 1 മൈനസ് T2 സ്ഥാനത്ത് ചെറുത് 273 ഡിവൈഡ് ബൈ T1 സ്ഥാനത്ത് വലുത് ഡിനോമിനേറ്ററിൽ എത്രയാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത്? 373. ചെയ്തോക്ക് മച്ചാനെ. ചെയ്തോക്കി കഴിഞ്ഞാൽ നമുക്ക് 0.268 അല്ലെങ്കിൽ പെർസെൻറ്റേജിലാണെങ്കിൽ 26.8 എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. പരിപാടി കഴിഞ്ഞു. ഹീറ്റ് എഞ്ചിൻ, എഫിഷ്യൻസി, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലോയും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിലെ മൊത്തം മസ്റ്റ് സ്റ്റഡി നിർബന്ധമായി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പോവാണ്. ചോദ്യം വായിച്ചു നോക്കിയേ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി? ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് മൊത്തം വരുന്നത് നമ്മുടെ അവസാനത്തെ ലോ ആയിട്ടുള്ള സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്നെന്തായിരുന്നു? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും രണ്ടാമത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു ഹീറ്റ് എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ആ ഹീറ്റ് എഞ്ചിൻ സ്വീകരിക്കുന്ന ഹീറ്റ് ആയിട്ടുള്ള Q1 അത് മൊത്തം ഒരിക്കലും എന്താക്കാൻ കഴിയില്ല? വർക്കാക്കാൻ കഴിയില്ല. കുറച്ച് സിങ്കിന് കൊടുത്തേ പറ്റൂ, റിജക്ട് ചെയ്തേ പറ്റൂ. എടാ അങ്ങനെ Q1 എന്നുള്ള ഹീറ്റ് മൊത്തം വർക്കാക്കാൻ കഴിയുമെങ്കിൽ ഇവൻ ആരടാ? അതിനർത്ഥം ഇവന്റെ എഫിഷ്യൻസി എത്രയാ? എൻ്റെ മോനെ 100% നടക്കൂല. ഹമ്പട മനമേ. അതാ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ദാറ്റ് ഈസ് നോ എഞ്ചിൻ ക്യാൻ അബ്സോർബ് ഹീറ്റ് ഫ്രം ദ റിസർവോയർ ആൻഡ് കൺവേർട്ട് 100% ഓഫ് ദ ഹീറ്റ് ഇൻ ടു വർക്ക്. അങ്ങനെയാണെങ്കിൽ സാറേ ചോദ്യം വായിച്ചു നോക്കിയേ. നടക്കോ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ കാർനോട്ട് എഞ്ചിൻ വിത്ത് 100% എഫിഷ്യൻസി? നെഹി എന്ന് വെച്ചാൽ നെഹി, താൻ പോടോ ഹേ. എന്തുകൊണ്ടാ താൻ പോടോ ഹേ പറയാൻ കാരണം? സബ്സ്റ്റാൻഷിയേറ്റ്. ഇത് കണ്ടൊന്നും പേടിക്കാൻ നിൽക്കണ്ട. അക്കോർഡിംഗ് ടു ഏത് ലോയാടാ? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. KP സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ഞാൻ മാർക്ക് കിട്ടില്ല. ഞാനിപ്പോൾ അവിടെ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. KP സ്റ്റേറ്റ്മെന്റ് ചെയ്തത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് മതി. റെഡി അല്ലേ സർ? അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് ചോദ്യം നോക്കി. ഹീറ്റ് മൂവ്സ് ഫ്രം എ ലോ ടെമ്പറേച്ചർ ടു എ ഹയർ ടെമ്പറേച്ചർ. പോസിബിൾ ആണോ?
ഹീറ്റ് എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിലേക്കല്ലേ പോവാ, ലോ ഒന്ന് ഹൈയിലേക്കോ? ഒന്ന് പോ സാറേ. പറ്റൂലേ? നിങ്ങൾ ചായ ഉണ്ടാക്കി, ചായ ചൂടാറി, നിങ്ങൾക്ക് ആ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റില്ല. ആ സാറേ ഗ്യാസിൻ്റെ മുകളിൽ വെക്കും. ഗ്യാസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക് അത് ചൂടായി പോകും. അല്ല സാറേ, ഗ്യാസ് ഓൺ ആക്കണം. അത്രേ ഉള്ളൂ. ഒരു ബോഡിയിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലേക്ക് പോകണമെങ്കിൽ, ഹീറ്റ് പോകണമെങ്കിൽ, നിങ്ങൾ ആ ഹീറ്റ് എഞ്ചിനിലേക്ക് ശ്രദ്ധിക്കണം. ലോവർ ടെമ്പറേച്ചറിന് ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പോകണമെങ്കിൽ അവിടെ ആ ഹീറ്റ് എഞ്ചിനിലേക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം? വർക്ക് കൊടുക്കണം. തൊട്ട് മുന്നേ ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിലേക്ക് നിങ്ങൾ ആ ഹീറ്റ് പോകുമ്പോൾ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ ഹീറ്റ് എഞ്ചിൻ്റെ മുകളിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ വർക്ക് കൊടുക്കണം. സോ അങ്ങനെ എക്സ്റ്റേണൽ എനർജി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ലോവർ ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചറിലേക്ക് ഒരിക്കലും നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണൽ എനർജി, എക്സ്റ്റേണൽ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പോസിബിളി ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം ലോവർ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ. സോ സർ, ഇത് ചെയ്യാൻ പറ്റുമോ? നെഹി നല്ല സാറേ, യെസ് ആണ് സർ, യെസ്. ഏത് കാരണമാണ്? ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? വെരി ഗുഡ്. ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ദ കറസ്പോണ്ടിങ് ലോ ടെമ്പറേച്ചർ ടു ഹയർ ടെമ്പറേച്ചർ. പരിപാടി കഴിഞ്ഞു. ഒരൊറ്റ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് കഴിഞ്ഞ വട്ടത്തിൽ ഒരു മാർക്കിന് ചോദ്യമാണ്. അതായത് റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, ചിലപ്പോൾ സൈക്ലിക്കും അതേപോലെ നോൺ സൈക്ലിക്കും ചോദിക്കും. ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞ് തിരിച്ച് പഴയ പോലെ വരാൻ പറ്റുമെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, റിവേഴ്സിബിൾ പ്രോസസ്സ്. എന്നാൽ പറ്റുമെങ്കിൽ ഒരു തിരിച്ചുവരവില്ല ശശിയെ, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മുടെ അയൺ തുരുപിടിക്കുന്ന കേസ് കഴിഞ്ഞ വട്ടം ചോദ്യമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏജിങ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് മുടി വളരുന്ന കേസ്, വെട്ടുന്ന കേസ് വേറെ പറയട്ടെ, നമ്മൾ ഏജിങ് ആയിരുന്ന കേസ് വേണമെങ്കിൽ പറയാം. നമ്മൾ വയസ്സാവുന്നത് തിരിച്ചുവരവില്ല ശശി, അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താ ഇറിവേഴ്സിബിൾ പ്രോസസ്. എന്നാൽ വെള്ളം ഐസാവുന്നു, ഐസ് തിരിച്ച് വെള്ളമാവുന്നില്ലേ? ഓ, അതെന്ത് പ്രോസസ്സാ? റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്. എന്നാൽ ഇതേപോലെ തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ റെയറായിട്ടാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ സെക്കൻഡിൽ പറഞ്ഞു തീരാൻ പറ്റുന്ന കാര്യമാണ്. ഒരു PV ഡയഗ്രത്തിൽ ആ ഒരു ഗ്രാഫ് ഒരു ക്ലോസ്ഡ് സൈക്കിൾ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു സൈക്ലിക് പ്രോസസ് എന്നും. എന്നാൽ ക്ലോസ് അല്ല, അവൻ്റെ ഇങ്ങനെ പോയി പിന്നെ അപ്പുറത്തെ കണ്ടത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ ആ ടൈപ്പ് പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ സൈക്ലിക് പ്രോസസ്. ഞാനത് പറയാനുള്ള കാരണം, ഈ ഒരു സാധനം എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഐസോ അടേ തന്നെയാടാ. ഏതാ? ഹീറ്റ് എഞ്ചിൻ. സോ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്നുള്ളത് ഏതിൻ്റെ എക്സാമ്പിൾ ആണ്? വെരി ഗുഡ്, ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഒരു മാർക്കിൻ്റെ ചോദ്യം വന്നാൽ സാറേ വിട്ടു പോകരുത്, കിട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിലടാ ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ആയി. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി കണ്ടതാണ് ഇക്വേഷൻ ആണ്. ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് 327 ഡിഗ്രി സെൽഷ്യസ്, ഫൈൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി. സാറേ ആവേശ് കുമാർ ആവുന്നതിന് മുന്നേ 27 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം, 327 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എടാ എന്തായാലും ആൻസർ താഴെ കമൻറ്റ് കൂടെ ഈ ക്ലാസ്സിലെ ഫീഡ്ബാക്കും. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? തെർമോഡൈനാമിക്സ് സെറ്റായോ? എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എടാ വീണ്ടും പറയാണ്, ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റ് സ്റ്റഡിയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണേ. അറിയാലോ, എക്സാം ഈസി ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. പക്ഷേ ഇൻ കേസ് ഇഫ് ഇറ്റ് വാസ് ടഫ് ഓഫ് ഇറ്റ് ഈസ് ടഫ്, എടാ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ബൈ, അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ സൈൻ ഓഫ് ചെയ്യട്ടെ. താഴെ കമൻറ്റ് ചെയ്യണം ആൻസറും. അതേപോലെ ക്ലാസ് കണ്ടായിരുന്നു. അപ്പോൾ കാണാം.